എല്ലാവർക്കും നമസ്കാരം. ശത്രുബാധ ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു 5-6 മാസം മുന്നേ വന്ന് ഇതുപോലെ ഹീലിംഗ് എടുത്ത് ശത്രുബാധയൊക്കെ മാറ്റി കൊടുത്ത ആൾക്കാർ. അപ്പോൾ അവർ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും. സാറേ, വീണ്ടും അതേപോലെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 പേര് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മളുടെ സിംഗിൾ സെഷനാണ്, ഒറ്റ സെഷനിൽ അവരുടെ പ്രശ്നങ്ങൾ മൊത്തം നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. അതാണ് മഹാകാളി ഹീലിംഗ്. അതുകൊണ്ട് പുറകെ വീണ്ടും വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരം കേസുകളിൽ അപ്പോൾ അവർ ചോദിക്കും, സാറേ നമ്മൾ 3 മാസം മുന്നേ ചെയ്തതല്ലേ, വീണ്ടും എന്തുകൊണ്ടാണ് സാറേ ഇങ്ങനെ വന്നേക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തന്നെന്ന് എനിക്ക് തോന്നി. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥായിയായിട്ട് നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ശത്രു നിങ്ങൾക്ക് സ്ഥായിയായിട്ടുണ്ടെങ്കിൽ ആ ശത്രു നിങ്ങളുടെ പുറകെയുണ്ട്. അയാൾ ഒരു പ്രാവശ്യം നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ വീണ്ടും ചെയ്യും. കാരണം നിങ്ങൾ നന്നായി നടക്കുന്ന കാണുമ്പോൾ ഇപ്പോൾ അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തുള്ള ആളായിരിക്കും, അത് നിങ്ങളുടെ ബന്ധുവായിരിക്കും, നിങ്ങളുടെ സ്വന്തക്കാരനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ആളായിരിക്കും. അതായത് നിങ്ങളുടെ സമാന സ്വഭാവമുള്ള ബിസിനസ് ചെയ്യുന്ന അപ്പുറത്തുള്ള ആളായിരിക്കും. അപ്പോൾ അയാൾക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബിസിനസ്സൊക്കെ ആയി വരുന്ന സമയത്ത് അയാൾ നോക്കും, അവിടെ കടയിൽ ആൾ കയറുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിൽ ആൾ വരുന്നു, അയാൾ പോയിട്ട് വീണ്ടും നോക്കിക്കുന്നു, വീണ്ടും ചെയ്യുന്നു. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ നാൾ വലിയ കുഴപ്പമില്ലാണ്ട് ഓടാൻ പറ്റും. എൻ്റെ അടുത്ത് നിന്നല്ല, എവിടെ ചെയ്താലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ കേട്ടോ. ഈ ബാധ ക്ലിയറിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, സോളിൻ്റെ അല്ല. സോൾ ക്ലിയറിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സോൾ രണ്ടാമത് വരുമൊന്നുമില്ല. അത് നമ്മൾ ലൈറ്റോട് പറഞ്ഞു വെച്ചാൽ പിന്നെ ആ സോൾ വരത്തില്ല. പക്ഷേ ബാധകൾ അതുപോലെ തന്നെ ലൈറ്റോട് നമ്മൾ പറഞ്ഞു വിടുകയാണ്. പക്ഷേ പുതിയ ബാധകൾ നിങ്ങൾക്ക് പിടികൂടി കഴിഞ്ഞാൽ നമ്മൾ അത് വീണ്ടും അതേ എഫക്റ്റിലേക്ക് പോകും. നിങ്ങൾക്ക് രണ്ടാമത് വീണ്ടും അത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചില ആൾക്കാരൊക്കെ നിർഭാഗ്യമുള്ള ആൾക്കാരുണ്ട്. 2-3 പ്രാവശ്യം വന്ന് എൻ്റെ അടുത്തൊന്നും ചെയ്ത ആൾക്കാരുണ്ട്. 3-ൽ കൂടുതൽ ചെയ്തേക്കുന്ന ആൾക്കാരുണ്ട്. ഒരു 5 പ്രാവശ്യമൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് അറിയാം, അവരതിനെപ്പറ്റി അവെയറാണ്. കാരണം അവർക്കറിയാം ശത്രു ആരാണെന്നും ചെയ്യണ ആരാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. കാരണം അവർ ഓൾറെഡി എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പും ഇത് തന്നെയായിരുന്നു, അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം സ്വന്തം നമ്മുടെ വീട്ടിലുള്ള ഒരാൾ തന്നെയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സ്ത്രീകൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഈ അമ്മായിമാർ ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട്. അത് ഞാനതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തെങ്കിലും അധികം ആൾക്കാരെ വീഡിയോ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്നുകൂടി പറയണേ അതിനെപ്പറ്റി. കാരണം ഈ ഒരു കല്യാണം കഴിച്ചൊരു പെൺകുട്ടി വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് ഒരു 50 വയസ്സിന് മുകളിലൊക്കെ പ്രായമായിട്ടുണ്ടാവും, 55-60 ആയിട്ടുണ്ടാവും. ആ പ്രായത്തിൽ വരുന്നതായ കുറേ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ അവർക്ക് ക്യാരക്ടറിൽ കുറേ മാറ്റം ഉണ്ടാവും. കുറച്ചുകൂടി അവർ വേറൊരു മൈൻഡ് സെറ്റിലേക്ക് നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു കാരണം. പിന്നെ അവർക്ക് ഒരു ഫീൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അവരുടെ മകൻ കല്യാണിച്ച് കൊണ്ടുവരല്ലേ, മകൻ്റെ മുകളിൽ അവരുടെ ഒരു കൺട്രോൾ പോയി, അതായത് സ്നേഹം മകൻ തരുന്നില്ല എന്നുള്ള പല ചിന്തകൾ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ഇവർ പോയിട്ട് ഒരു ജ്യോത്സ്യനടുത്ത് പോയിട്ട് നോക്കുന്നു. ജ്യോത്സ്യൻ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറയും, ശത്രുബാധയാണെന്നൊക്കെ പറയും. അപ്പോൾ എന്ത് ചെയ്യും, ഉടനെ തന്നെ ഒരു കർമ്മം ചെയ്യുന്ന ആളുടേക്ക് പോകുന്നു. അപ്പോൾ അയാൾ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് ഞാൻ ശരിയാക്കി തന്നേക്കാം, കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു കർമ്മമായിട്ട് ചെയ്യാമെന്ന് പറയും. ഈ കർമ്മം എന്താണ് എന്നുള്ളത് ചെയ്യുന്ന ആൾ പറഞ്ഞു കൊടുക്കണില്ല. അപ്പോൾ ഇവർ പറയും പൈസ കൊടുക്കുന്നു, ചെയ്യിപ്പിക്കുന്നു. അയാൾ ചെയ്യുന്നത് ഈ ബ്ലാക്ക് മാജിക്കാണ്. ആ പെണ്ണിൻ്റെ മേത്തേക്ക് കൊടുക്കുന്നത് ബ്ലാക്ക് മാജിക്കാണ്. അപ്പോൾ അത് ചെയ്താൽ എന്താണ് ഗുണം കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഇവർ നോക്കുന്നത്. പക്ഷെ ആ ചെയ്യപ്പെടുന്ന പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ദുരിതങ്ങൾ എന്താണ്, ബുദ്ധിമുട്ടുകൾ എന്താണ്, അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് അറിയില്ല. അവരുടെ ബെനിഫിറ്റ് മാത്രമാണ് അവർ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ദയവേത്. കാരണം നിങ്ങൾ ചെയ്യുന്നത് ഒരാൾ ഉപദ്രവിക്കുകയും നിങ്ങൾ കർമ്മം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരാൾ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കർമ്മം കിട്ടും, ഒരു സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതേപോലുള്ള ആളുടെ അടുത്ത് പോകാതിരിക്കുക. ന്യായമായിട്ട് നോക്കുന്ന ആൾക്കാർ, ന്യായമായിട്ട് കർമ്മം ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോകുന്നത്? അവരൊരിക്കലും പറയുന്നില്ല ദുഷ്കർമ്മിയാണെന്ന് ഒരാളും പറയൂല. അത് കർമ്മം ചെയ്യുന്ന ആൾക്കാർ ഞാൻ ന്യായമായി മാത്രമേ ചെയ്യുള്ളൂ എന്ന് മാത്രം പറയും. പക്ഷെ അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്കേ അറിയൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിൽ പോവാതെ നിങ്ങൾ ഭഗവാന്റെ അടുത്ത് പറയുക കാര്യങ്ങൾ, പ്രാർത്ഥന ചെയ്യുക. അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ജപിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അല്ലെങ്കിൽ ദേവിക്കാണെങ്കിൽ ദേവി, മുരുകനാണെങ്കിൽ മുരുകൻ. അതല്ലേ വേണ്ടത്. നമ്മൾ ഈ ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട്, നല്ല ആൾക്കാരത്താണെങ്കിൽ ഞാൻ കുറ്റം തെറ്റും പറയില്ല കേട്ടോ. നല്ല ആളാണ് നിങ്ങളെങ്ങനെ അറിയും? അവിടെയാണ് പ്രശ്നം. നല്ലതും ചീത്തയും ഇവിടെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്.
അതുകൊണ്ട് വേറെ ആൾ പറയാണ് ഇവിടെ ഇന്ന സ്ഥലത്ത് നല്ലതാണെന്ന് പറയുന്നത് നിങ്ങൾ അവിടെ പോകുന്നു അല്ലേ, അത്രയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലത്തെ കുറേ കേസുകൾ എൻ്റെ അടുത്തുണ്ട് ഇതേപോലെയുള്ള വിഷയമുള്ളത്. ഈ അമ്മായിമാർ ഉപദ്രവിക്കുന്ന പെൺകുട്ടികൾ കുറച്ച് പേര് എൻ്റെ അടുത്തുണ്ട്. അവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് പ്രത്യേക പരിഗണന ഞാൻ കൊടുക്കാറുണ്ട്. അവരുടെ വിഷയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ വീണ്ടും ഉപദ്രവങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇവരെന്നോട് ചോദിക്കും, സാറേ ഇതിന് സ്ഥായിയായിട്ടൊരു പ്രൊട്ടക്ഷൻ എടുക്കാനുള്ള മാർഗ്ഗമില്ല സാറേ എന്ന് ചോദിക്കും. ഇതൊരു പ്രപഞ്ച നിയമമാണ്, പ്രപഞ്ച തത്വമാണ്, നമുക്കതിനകത്തൊന്നും ചെയ്യാനില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിലും പൂർണ്ണമായിട്ട് വിശ്വാസമില്ല. കാരണം കഴുത്തിലൊരു സാധനങ്ങൾ അതുണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു ചെറിയൊരു തട അത്രയേ ഉള്ളൂ. പൂർണ്ണമായിട്ടും അതിനകത്തൊരു തട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ സുദർശന മന്ത്രമോ അഘോര മന്ത്രമോ ഡെയിലി ജപിക്കുക, ഡെയിലി കേൾക്കുക. ഇത് ഞാൻ കുറേ പേരോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കെന്നോട് ഇപ്പോൾ സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർക്ക് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഈ മന്ത്രം ജപിക്കും. ഞാൻ ചാൻറ്റ് ചെയ്ത ക്ലിപ്പ് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ആ ക്ലിപ്പ് കേട്ടിട്ട് ഒത്തിരി ആൾക്കാർക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് ശാശ്വതമായ പരിഹാരമല്ല കേട്ടോ. നിങ്ങൾക്കൊരു തട, ഒരു ടെമ്പററി റിലീഫ് അത് ആ മന്ത്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു മുള്ളു വന്ന് തറച്ചു കഴിഞ്ഞാൽ ഈ മുള്ളിനെടുത്ത് ഇതിനെ കളയണ പോലെയാണ് നമ്മൾ ഈ ക്രിയകൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കർമ്മം ചെയ്താൽ എടുത്ത് കളയുക, അല്ലെങ്കിൽ നമ്മുടെ ഹീലിങ്ങിലൂടെ എടുത്ത് കളയുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മുക്തി ഉണ്ടാവത്തുള്ളൂ. മറ്റത് നമ്മൾ ഒരു വെള്ളമൊഴിച്ച് ഇങ്ങനെ തണുപ്പിക്കുക എന്നുള്ള പോലത്തെ ഒരു പരിപാടിയാണ് ഈ മന്ത്രജപങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ചെറിയ നെഗറ്റീവ്സ് ആണെങ്കിൽ അത് പോകട്ടാ. പക്ഷേ കൂടുതൽ ശക്തിയുള്ള ഇപ്പോൾ ഒരാൾ പടച്ചു വിടുന്ന ഒരു സാധനമാണെങ്കിൽ പോകത്തില്ല. അതിന് നിങ്ങൾ അത് അതേപോലെ തന്നെ എടുത്ത് വലിച്ചൂരി കളയുന്ന രീതിയിലുള്ള പ്രോസസ്സ് കർമ്മമോ അല്ലെങ്കിൽ ഹീലിങ്ങോ ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ അനാവശ്യമായ കർമ്മങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ദുരിതം ഉണ്ടാക്കി വെക്കരുത്. നിങ്ങളുടെ കണക്കുപുസ്തകത്തിൽ അത് എഴുതപ്പെടും. നിങ്ങൾ ചെയ്യുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ആരും ഉപദ്രവിക്കാതിരിക്കുക. നിങ്ങൾ ആ സ്നേഹത്തോടെയിട്ട് സന്തോഷത്തോടെയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സ്പിരിച്വാലിറ്റിയുടെ തത്വം തന്നെ അതാണ്, ലവ് ആൻഡ് ഹാപ്പിനെസ്. നന്ദി, നമസ്കാരം.